വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2 ചാപ്റ്ററിനെ ബേസ് ആക്കിയിട്ട് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് ജിന്ദഗി കാ സഫർ എന്നുള്ളതും അതുപോലെ തന്നെ മേരെ ദുനിയാ കെ തമാം ബച്ചേ എന്നുള്ള ചാപ്റ്ററുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജിന്ദഗി കാ സഫർ എന്ന ഹൈക്കുവിൽ നിന്നും വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, യഹാം സൂഖാ യാ ബാഡ് കിൻ കിൻ കെ പ്രതീക് ഹോംഗെ. സൂഖാ യാ ബാഡ് എന്നുള്ളത് എന്തിന്റെയൊക്കെ പ്രതീകങ്ങളാണെന്നാണ് ചോദ്യം. അപ്പൊ സൂഖ എന്നുള്ളത് ഉത്തരം, അതിന്റെ അർത്ഥം എന്താണ്? സുഖ വരൾച്ചയാണ്. അതുപോലെ തന്നെ ബാഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? വെള്ളപ്പൊക്കം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സുഖ എന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗരീബി ലോഗ്, ഗരീബി ലോഗിനെയും അതുപോലെ തന്നെ ബാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അമീർ ലോഗ് അല്ലെ, അമീർ ലോഗ്. ഓക്കെ, അപ്പൊ സൂഖ ബാഡ് നമുക്ക് കിട്ടി. അപ്പൊ 1 മാർക്ക് നമുക്ക് കിട്ടി. രണ്ടാമത്തെ ചോദ്യം, പിതാക്കോ ലാഠിയോം കി ആവശ്യകത ക്യോ ഹോത്തി ഹെ. ഇവിടെ അച്ഛന് എന്തിനാണ് വടികളുടെ ആവശ്യകത? കാരണം എന്താണ്? അച്ഛൻ വാർദ്ധക്യാവസ്ഥയിലാണ്, അതായത് ബുഢാപേ മേ ഹെ, പിതാ ബുഢാപേ മേ ഹെ, വാർദ്ധക്യത്തിലാണ് എന്നാണ് പറയുന്നത്. ബുഢാപേ കി ലാഠിയാം കിസ്കോ സൂചിത കർത്താ ഹെ. അതായത് ഈ ബുഢാപേ കി ലാഠിയാം എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വാർദ്ധക്യത്തിലെ വടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ബുഢാപേ കി ആശ്രയ് അല്ലെ, ബുഢാപേ കി ആശ്രയ്. ഓക്കെ, അടുത്തത് സദാ ഫുഹാർ കിസ്കി ഖുശ്ഹാൽ ജിന്ദഗി കി ഓർ ഇഷാര കർത്താ ഹെ. എപ്പോഴും നനവാർന്നത് എന്ന വാക്ക് ആരുടെ സന്തോഷപൂരിതമായ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്? അമീർ ലോഗ് അല്ലെ, അമീർ ലോഗ്. ഓക്കെ, അടുത്ത ചോദ്യം, ബർഫീലി നഗരി കിസ്കാ പ്രതീക് ഹോ സക്തി ഹെ. ബർഫീലി നഗരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മഞ്ഞു മൂടിയ നഗരം എന്നുള്ളതാണ്. ഇത് ശരിക്കും എന്തിനാ ഉദ്ദേശിക്കുന്നത്? മുഷ്കിൽ പരിസ്ഥിതി അല്ലെ, മുഷ്കിൽ പരിസ്ഥിതി. ഓക്കെ, ഇനി നോക്കാം, കവയിത്രി ഓർ നായിക ക്യാ ഡൂണ്ട് രഹി ഹെ. എന്താണ് തിരയുന്നത്? നേഹ് കി ആഞ്ച് അല്ലെ, നേഹ് കി ആഞ്ച്, സ്നേഹത്തിന്റെ ഊഷ്മളതയാണ് തിരയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഉത്തരങ്ങളൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതുമാണ്. അടുത്ത ചോദ്യം എങ്ങനെയാണ്, നേഹ് കി ആഞ്ച് സേ ക്യാ താത്പര്യ ഹെ. നേഹ് കി ആഞ്ച് സേ, നേഹ് കി ആഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിന്റെ ഊഷ്മളതയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്കൂ, പ്യാർ കാ താബ് അല്ലെ, സ്നേഹത്തിന്റെ ചൂട്, പ്യാർ കാ താബ്. ഓക്കെ, ഇനി ബർഫീലി നഗരി കിസ് പ്രകാർ കി സാമാജിക് സ്ഥിതി കാ പ്രതീക് ഹോത്തി ഹെ. ബർഫീലി നഗരി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? എന്ത് തരത്തിലുള്ള ഒരു പരിസ്ഥിതിയെയാണ്, ചുറ്റുപാടിനെയാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, മുഷ്കിൽ പരിസ്ഥിതി അല്ലെ, മുഷ്കിൽ പരിസ്ഥിതി. ഓക്കെ, അടുത്ത നോക്കൂ, ബഡി മാത്രാ മേ പാനി കെ ഫൈലാവ് കോ സൂചിത കർനെ വാല ശബ്ദ കോൺ സാ ഹെ. വെള്ളത്തിന്റെ ഒരുപാട് വെള്ളം അല്ലെ, വെള്ളത്തിന്റെ വ്യാപകത എന്ന് പറയുന്നത് എന്തിനെയാണ്? ഇവിടെ സുഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാറില് ബാഡാണ് അല്ലെ, ബാഡ് എന്താ? വെള്ളപ്പൊക്കമാണ്. അതാണ് വെള്ളത്തിന്റെ ലഭ്യത കൂടുതൽ പറയുന്നത്. ഓക്കെ, സദാ ഫുഹാർ കിസ് പ്രകാർ കി സ്ഥിതി കോ ദർശാത്താ ഹെ. സദാ ഫുഹാർ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പരിസ്ഥിതിയാണ്? നോക്കൂ, അമീർ ലോഗോം പർ മുസീബത്തോം കാ അസർ നഹി ഹോത്താ അല്ലെ. അതായത് ധനികർക്ക് എന്താണ്? ഒരു പ്രശ്നങ്ങളും ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവർക്ക് സങ്കടം വരികയില്ല. അപ്പൊ അമീർ ലോഗ്, ധനികരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബുഢാപേ കി ദീഖ്തി നഹി കിസ്കി ഹൈക്കു ഹെ. ആരുടെ ഹൈക്കു ആണ്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സുഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ എന്നുള്ളത് ആരുടെ ഹൈക്കു ആണ്? നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ഡൂണ്ട്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. ആരുടെ ഹൈക്കു ആണ്? നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, നോക്കൂ, അടുത്ത ചോദ്യം, ഡൂണ്ട്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച് ഹൈക്കു കാ ആശയ ലിഖേ. അപ്പൊ നമുക്ക് അതിന്റെ ആശയം എഴുതിയാലോ.
ആദ്യം തന്നെ എഴുതണം എന്ത്, ഈ ഹൈക്കു ആരാണ് എഴുതിയത്. അപ്പൊ കമല നിക്കുർബയാണ് നമ്മുടെ ഹൈക്കു എഴുതിയത്. ഡൂണ്ടത്തി രഹി ബർഫീലി നഗരി മേ നെഹ് കി ആഞ്ച് എന്ന ഹൈക്കു എഴുതിയത് ആരാണ്, നമ്മുടെ കമല നിക്കുർബാജിയാണ്. ये हाइकू एक ऐसी महिला के बारे में है जो बर्फीली नगरी में प्यार और अपनेपन की तलाश कर रही है. അതായത് ഈ ഒരു ഹൈക്കു ഈ ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ച്, ആരാണോ ഈ മഞ്ഞു മൂടിയ നഗരത്തിൽ, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ഒരു നഗരത്തില് സ്നേഹവും അതുപോലെ തന്നെ സ്വന്തം സ്വത്വത്തെയും തെരയുന്നത്, അവരെ കുറിച്ചാണ് ഈ ഒരു ഹൈക്കു. നെഹ് കി ആഞ്ച് കേവൽ ശാരീരിക് ഗർമി നഹി ഹെ. സ്നേഹത്തിന്റെ ഊഷ്മളത എന്ന് പറയുന്നത് എന്താണ്, ഒരു ശരീരത്തിന്റെ ചൂട് മാത്രമല്ല, ബൽക്കി പ്യാർ സഹാനുഭൂതി और अपनेपन की भावना को दर्शाती है. എന്തൊക്കെയാണ്, പ്യാറുണ്ട്, സഹാനുഭൂതി ഉണ്ട്, और अपनेपन അല്ലെ, സ്നേഹം, അതുപോലെ തന്നെ സഹാനുഭൂതി, അതുപോലെ തന്നെ अपनेपन, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. संक्षेप में ये हाइकू मानवीय रिश्तों में स्नेह और गर्माहट के महत्व को दर्शाता है. അതായത് നമ്മുടെ മനസ്സിന്റെ സ്നേഹം, അതുപോലെ തന്നെ നമ്മളെ എത്രത്തോളം അറിയാം, അതിനെയൊക്കെ കുറിച്ചാണ് അല്ലെ, നമ്മുടെ സൊസൈറ്റിയുടെ ഇന്നത്തെ പോക്ക്, ഇതിനെയൊക്കെ കുറിച്ചാണ് ഈ ഒരു ഹൈക്കൂല് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബുഡാപ്പേക്ക് ദീക്തി നഹി എന്ന ഹൈക്കുവിന്റെ ആശയം എഴുതാനാണ്. ഹൈക്കുവിന്റെ ആശയം എഴുതാനുള്ള മാർക്ക് എത്രയാണ് നമുക്ക് കിട്ടുക, 3 മാർക്കാണ്. അപ്പൊ രണ്ടാമത്തെ ഹൈക്കുവിന്റെ ആശയം നമുക്ക് ഇവിടെ എഴുതാം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ का ये हाइकू बुढ़ापे में अकेलेपन और असहायता को दर्शाता है. पिता ने अपने बच्चों को सहारा समझा था, लेकिन बुढ़ापे में वे दिखाई नहीं देते. यह शायद उपेक्षा या अकेलेपन की भावना को दर्शाता है. അതായത് ഈ ഹൈക്കു എഴുതിയത് ഗോപാൽ ബാബു ശർമ്മയാണ്. ആദ്യത്തെ പോയിന്റ് ഇവിടെ ബുഡാപ്പേ മേ അകേലേപ്പൻ ഓർ അസഹായത കോ ദർശാതാ ഹെ. അതായത് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലും അതുപോലെ തന്നെ അസഹായതയുമാണ് ഇവിടെ കാണിക്കുന്നത്. അച്ഛൻ പിതാനെ അപ്പനെ ബച്ചോ കോ സഹാര സംജാത. അച്ഛൻ തന്റെ വാർദ്ധക്യത്തിൽ മക്കളെയൊക്കെ എന്താക്കുന്നുണ്ട്, തന്റെ ആശ്രയമായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ വാർദ്ധക്യാവസ്ഥ എത്തിയ സമയത്ത് കുട്ടികളെ ആരെയും കാണുന്നില്ല അല്ലെ. യെ ഷായദ് ഉപേക്ഷായ അപ്നേപൻ കി അകേലേപ്പൻ കി ഭാവന കോ ദർശാതാ ഹെ. അതായത് ഇവിടെ ഉപേക്ഷിക്കുകയാണ്, അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ നമ്മൾ വാർദ്ധക്യമാവുന്ന സമയത്ത് ഉപേക്ഷിക്കുകയാണ്. ആ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ അവിടെയുള്ള ഒറ്റപ്പെടലുമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. സുഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ ഹൈക്കു കി ആശയിലേക്ക്. ആദ്യത്തെ ഹൈക്കുവിന്റെ ആശയം എഴുതി നമുക്ക് കിട്ടുക 3 മാർക്കാണ്. ഓക്കെ, നോക്കാം നമുക്ക്. സുരംഗമാ യാദവ് കി യേ ഹൈക്കു സമാജ് കി ഏക് കടുവി സച്ചായി ദിക്കാത്താ ഹെ. അതായത് സൊസൈറ്റിയിലെ ഒരു പച്ചയായ സത്യത്തെ തുറന്നു കാട്ടുന്ന ഒരു ഹൈക്കുവാണ് എന്ത്, സുഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ എന്നുള്ളത്. യേ ഹൈക്കു ഉൻ ലോഗോं के बारे में है. ആരെ കുറിച്ചാണ്, ഈ ആളുകളെ കുറിച്ചാണ്. ജോ ഹമേശ ദൂസരോं की परेशानी में अपना फायदा देखते हैं. ആരാണോ തന്റെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ തന്റെ ലാഭം കണ്ടെത്തുന്നത്, അവരെ കുറിച്ചാണ് ഈ ഒരു ഹൈക്കു പറയുന്നത്. ചാഹേ സൂഖാ ഹോ യാ ബാഡ് ഉനെ കോയി ഫർക്ക് നഹി പടുത്ത. അതായത് വെള്ളപ്പൊക്കമായാലും അതുപോലെ തന്നെ എന്താണ് വരൾച്ചയായാലും ഒന്നും ഇത് ആരെ ബാധിക്കുന്നില്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ധനികരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് കൊറോണ വന്നത് അല്ലേ. അപ്പൊ ഈ കൊറോണ വന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മൊത്തം വലയുകയും അത്യാവശ്യം കുറച്ച് ധനികരായിട്ടുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നു. അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ട് പറയല്ല, എങ്കിലും എന്താണ്, അതാണ് അവിടെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്നുള്ളത്. ഉൻകെ ആംഗൻ മേ തോ ഹമേശ ഖുഷിയാ ഹി രഹതി ഹൈ. അപ്പോൾ അവരുടെ മുറ്റത്ത് എപ്പോഴും എന്താണ്, സന്തോഷം മാത്രമായിരിക്കും. പക്ഷേ കൊറോണ വന്ന സമയത്ത് എന്താണ്, അവര് നമ്മളെ എല്ലാവരെയും സഹായിച്ചിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ, യേ ഹൈക്കു ദിഖാതാ ഹൈ കി അമീർ ലോഗോं पर मुसीबतों का असर नहीं होता, ഗരീബ് ലോഗ് ഹർ മുഷ്കിൽ കാ സാമന കർത്തേ ഹെ. പാവപ്പെട്ട ആളുകൾ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കുമെന്നും ധനികരായിട്ടുള്ള ആളുകൾക്ക് അത്തരം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത്. യേ അമീരോं और गरीबों के बीच बड़े अंतर को बताता है. ഇവിടെ എന്താണ്, ധനികരും അതുപോലെ തന്നെ പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ ജിന്ദഗി കാ സഫർ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. മേരി ദുനിയാ കെ തമാം ബച്ചേ എന്നുള്ള അദ്നാൻ കഫീൽ ദർവേസ് എഴുതിയിട്ടുള്ള കവിത നോക്കാം. ഓക്കെ, ഈ കവിതയിലെ
वो जमा होंगे एक दिन, कौन जमा होंगे, ആരാണ്, ബച്ച, കുട്ടികൾ അല്ലേ. നോക്ക്, കവിതാമേ വോ കാ പ്രयोग കിസ്കെ സംബന്ധ മേ ഹുവാ ഹെ, കവിതയിൽ വോ എന്ന ശബ്ദം പ്രയോഗിക്കുന്നത് ആരെ കുറിച്ചാണ്, അതും ബച്ച അല്ലെ, ബച്ചെ കുട്ടികളെ കുറിച്ചാണ് അല്ലെ, കുട്ടികളെ കുറിച്ചാണ് അതും ഇവിടെ പ്രയോഗിക്കുന്നത്. ഓക്കെ, നോക്കാം അടുത്ത ചോദ്യം. ബച്ചെ ക്യോം ജമാ ഹോങ്കെ, എന്തിനാണ് കുട്ടികൾ കൂടിച്ചേരുന്നത്, എന്തിനാണ് കൂടിച്ചേരുന്നത്, നോക്കിയേ, ഖേൽനെ കേ ലിയെ, കളിക്കാൻ വേണ്ടിയാണ് കൂടിച്ചേരുന്നത്. ബച്ചെ ദീവാരോं पर क्या करेंगे, കുട്ടികള് ചുമരിന്റെ മുകളിൽ എന്താ ചെയ്യുന്നത്, പെൻസിൽ കി നോക്ക് സെ രഗഡേംഗെ, പെൻസിലിന്റെ ആ ഒരു നിബ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഉരച്ചു കളിക്കുകയാണ്. അത് നമുക്ക് ഉത്തരം ഇവിടെ ഉണ്ട് കേട്ടോ, പെൻസിൽ കി നോക്ക് സെ രഗഡേംഗെ, ഇതാണ് ഉത്തരം. നോക്കാം അടുത്ത ചോദ്യം. ബച്ചെ ദീവാരോं पर പെൻസിൽ കി നോക്ക് സെ രഗഡേംഗെ, इसका क्या मतलब है, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. അതായത് അവരുടെ ഭാവനകളെയും അതുപോലെ തന്നെ കാൽപ്പനികതകളെയും വളർത്തുക എന്നൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം. ബച്ചേ അപ്നെ വിചാർ और ഭാവനയെയും ഖുൽക്കർ പ്രകട് കരേംഗെ, വിചാരങ്ങളും ഭാവനകളും ഒക്കെ തുറന്നു കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ബച്ചേ ടാങ്കോ മേ ക്യാ ഭർ ദേംഗെ, അല്ലെ, എന്താണ് നിറയ്ക്കുന്നത്, ക്യാ ഭർ ദേംഗെ, എന്താണ് നിറയ്ക്കുന്നത്, നോക്കൂ, ബാലു, അതായത് മണലാണ് നിറയ്ക്കുന്നത്. ബച്ചേ കിസ് പർ ഛേദ് കരേംഗെ, എന്തിനെയാണ് കുട്ടികൾ മുറിച്ചു മാറ്റുന്നത് അല്ലെ, അടർത്തി മാറ്റുന്നത്, ദീവാർ, ചുമരിനല്ലേ, അതായത് അതിർത്തികളെ ഒക്കെയാണ് എന്ത് അടർത്തി മാറ്റാണ് അല്ലെ, മുറിച്ചു മാറ്റാണ്, അതുപോലെ തന്നെ പൊളിച്ചു മാറ്റുകയാണ്. ബച്ചേ ബന്ദൂഖോ കഹാ ദബാ ദേംഗെ, തോക്കുകളെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, കുഴിച്ചിടുകയാണ്, മിട്ടിമേ അല്ലെ, മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ബച്ചേ ദുനിയാക്കോ കേസെ ബനാനാ ചാഹത്തെ ഹെ, കുട്ടികൾക്ക് ഈ ഭൂമിയെ, ഈ ലോകത്തെ എങ്ങനെയാക്കി മാറ്റണം, സുന്ദരമാക്കി മാറ്റണം അല്ലെ, സുന്ദരമാക്കി മാറ്റണം. അതുപോലെ മേരി ദുനിയാ കെ തമാം ബച്ചേ കിസ്കി കവിത ഹെ, ആരുടെ കവിതയാണ്, നോക്കൂ, അദ്നാൻ കഫീൽ ദർവേസ്. ഓക്കെ, നോക്കാം അടുത്ത ചോദ്യം. मेरी दुनिया के तमाम बच्चे कविता के अनुसार ചിത്ര ദേക്കർ ആശയ സ്പഷ്ട കീജിയെ, ഈ രണ്ട് ചിത്രം നോക്കി ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ഇത്, പെൻസിലിന്റെ നിബ് കൊണ്ട് വരയ്ക്കുകയാണ്, പെൻസിൽ കി നോക്ക് സേ രഗഡേംഗെ. അടുത്ത നോക്കൂ, എന്താണ്, ടാങ്കോ പർ ബാലു ഭർ ദേംഗെ, അതായത് പീരങ്കിയുടെ മുകളിലൊക്കെ എന്ത് ചെയ്യാണ് അവര്, മണൽ നിറച്ചു വെക്കുകയാണ്. ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അടുത്തത് പ്രതീകങ്ങളും അതിന്റെ അർത്ഥവും എഴുതാനാണ്. നമുക്കറിയാം എന്ത്, മേരി ദുനിയാ കി തമാം ബച്ചേ എന്നുള്ളത് ഒരു പ്രതീകാത്മക കവിതയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അദ്നാൻ കഫീൽ ദർവേസ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ കവിതയിൽ ഇത്രയും പ്രതീകങ്ങളുണ്ട്. ആ പ്രതീകങ്ങളെല്ലാം അർത്ഥമാക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം, 4 മാർക്കാണ് കിട്ടുക. ടാങ്ക് ഓർ ബന്ദൂക്കെ എന്തിന്റെ ഒരു പ്രതീകമാണ്, ഹിംസ അല്ലെ, യുദ്ധത്തിന്റെ പ്രതീകമാണ്. അപ്പൊ നമുക്ക് അവിടെ ഹിംസ എന്ന് എഴുതി കൊടുക്കാം. ദീവാരയും എന്താണ്, അതിർത്തിയാണ് അല്ലെ, സീമയാണ്. പെൻസിൽ കി നോക്ക് രഗഡന എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക, ക്രിയേറ്റിവിറ്റിയാണ്, നൈ സൃജനാണ്. ദീവാരോ മേ ഛേദ് കർണ എന്താണ്, അതായത് ഓരോരോ കാര്യങ്ങളെ, അതിരുകളെ എല്ലാം വെട്ടിമാറ്റുകയാണ് അല്ലെ, മുറിച്ചു മാറ്റുകയാണ്, തുറക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം നോക്കാം. നോക്കൂ, टैंक और बंदूकें हिंसा और घृणा का प्रतीक है, दीवारें भेदभावों का प्रतीक है, पेंसिल की नोक रगड़ना नई सृजन का करना, അല്ലെ, ദീവാരോं में छेद करना सीमाओं का तोड़ना. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കവിതാ കി ആശയ ലിഖേ, കവിതയുടെ ആശയം എഴുതാനാണ് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നോക്കാം. അദ്നാൻ കഫീൽ ദർവേസ് സമകാലീൻ ഹിന്ദി കവിതാ കെ ഉഭർത്തെ ഹുയെ കവി ഹെ. അപ്പോ സമകാലീന ഹിന്ദി കവിതയിലെ വളർന്നു വരുന്ന കവിയാണ് ആര്, അദ്നാൻ കഫീൽ ദർവേസ് എന്നുള്ളത്. വേ മാനവീയ മൂല്യോं और वर्तमान सामाजिक मुद्दों की अपनी रचनाओं में सशक्त ढंग से अभिव्यक्त करते हैं. അവർ എന്താണ്, മാനവീയ മൂല്യങ്ങളെയും और वर्तमान सामाजिक मुद्दों को, സൊസൈറ്റിയിലുള്ള ഇന്നത്തെ പ്രശ്നങ്ങൾ, മുദ്ദ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാണ്, ആ പ്രശ്നങ്ങളെയും അപ്നി രചനാവോമേ, തന്റെ രചനകളിൽ സശക്തമായിട്ട് തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. കവി ബത്താത്താ ഹെ കി ദുനിയാ കെ തമാം ബच्चे मिलकर एक दिन टैंकों को मिट्टी से भर देंगे और बंदूकों को जमीन में गाड़ देंगे. അതായത് ഈ കുട്ടികളെ കുറിച്ചുള്ള പ്രത്യാശയാണ് ഇവിടെ അദ്നാൻ കഫീൽ ദർവേസ് ചെയ്യുന്നത്. അപ്പൊ ആൾ ആദ്യം പറയാണ് കുട്ടികൾ ഒന്നിച്ചുകൂടി കളിക്കുകയും അതുപോലെ തന്നെ പീരങ്കികളുടെ മുകളിൽ
യുദ്ധത്തിന്റെ പ്രതീകമായിട്ടുള്ള പീരങ്കികളുടെ മുകളിൽ എന്ത് ചെയ്യാണ്? മണൽ നിറച്ചിടുകയും അതുപോലെ തന്നെ ഇവിടെ പറയാണ് എന്ത്? തോക്കുകളെല്ലാം മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്യുമെന്നും. इसका मतलब है कि युद्ध और हिंसा के सभी प्रतीकों को समाप्त कर देंगे, वे जीवन को नष्ट करना नहीं संवारना जानते हैं. ജീവിതം ഒന്നും നഷ്ടമാക്കാനുള്ളതല്ല എന്നും അതുപോലെ തന്നെ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുമാണ് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ओके, वे बड़ों के द्वारा बनाई गई जाति, धर्म, देश, भाषा जैसे भेदभावों की दीवारों को तोड़कर इंसान को इंसान की तरह देखना चाहते हैं. അതായത് സമൂഹം നമുക്ക് ഉണ്ടാക്കി തന്ന ഒരുപാട് ഭേദഭാവങ്ങളുണ്ട്. ജാതി, ധർമ്മം, ഭാഷ, വേഷഭൂഷ, അല്ലെ? ഇതിനെയൊന്നും മാനിക്കാതെ മനുഷ്യനെ ഇൻസാൻ കി തര ദേഖ്നാ ചാഹത്താ ഹെ, മനുഷ്യനെ പോലെ കാണാൻ പഠിക്കണമെന്നാണ് ഈ ഒരു കവിത പറഞ്ഞു തരുന്നത്. वे भंडवारे के घरों से बाहर निकलकर प्रकृति के सुंदर अनुभूति को अनुभव करना चाहते हैं. वे प्रकृति की गोद में पलना और बढ़ना चाहते हैं. അവർക്ക് എന്താണ്? ഈ സുന്ദരമായ ഭൂമിയിൽ വളരെ ഹാപ്പിയായി സുന്ദരമായി തന്നെ ജീവിക്കണമെന്നും പ്രകൃതിയിലെ എല്ലാ സുന്ദരമായ അനുഭവങ്ങളെ അനുഭവിച്ച് ജീവിക്കണമെന്നുമാണ് അവർ പറയുന്നത്. कवि आशा करते हैं कि बच्चे प्रकृति के संरक्षण बनकर समस्त प्राणियों के साथ मिलकर हिंसात्मक चीजों को खिलौना बना देंगे. അതായത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ കളിപ്പാട്ടമാക്കി മാറ്റി സമൂഹത്തെ നന്നാക്കുക, അതുപോലെ തന്നെ സുന്ദരമാക്കുക, ഇതാണ് കുട്ടികളുടെ ലക്ഷ്യം. ഇതാവണം കുട്ടികളുടെ ലക്ഷ്യം എന്നാണ് ഇവിടെ കവി പറയുന്നത്. സമത്വപൂർണ്ണ और एक ആദർശ ദുനിയ ബസായെങ്കെ, അതായത് നല്ല ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഇവിടെ കവി ഇവിടെ പ്രത്യാശിക്കുന്നത്. കുട്ടികളെ കുറിച്ചാണ്. കുട്ടികളടുത്ത് ഇനി വളർന്ന കുട്ടികളെ ഇങ്ങനെയൊക്കെ ആകണം എന്നൊരു പ്രത്യാശയാണ് കവി ഇവിടെ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2 ചാപ്റ്ററിലായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ എന്താണ് നമുക്ക് ഈ ചാപ്റ്ററുകൾ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.